ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം. സാമൂഹിക സുരക്ഷാ പെൻഷൻ്റെ 2 ഗഡു സർക്കാർ വിതരണം ചെയ്തു കഴിഞ്ഞു. ജനുവരി 23-ന് വിതരണം ആരംഭിച്ച് 24-ാം തീയതി അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിരുന്നു. കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കും അക്കൗണ്ടുകളിൽ തുക സ്വീകരിക്കുന്നവർക്കും ഫെബ്രുവരി 3-ന് മുമ്പായി തന്നെ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചു. ഇപ്പോൾ നമുക്ക് ലഭിച്ചത് ജനുവരി മാസത്തിലെ പെൻഷനും അതുപോലെ കുടിശ്ശിക പെൻഷനിലെ ഒരു ഗഡുവുമാണ്. ബാക്കിയുള്ള 3 ഗഡു കുടിശ്ശിക പെൻഷൻ അടുത്ത 2025-26 സാമ്പത്തിക വർഷത്തിൽ തന്നെ കൊടുത്തു തീർക്കുമെന്ന് സർക്കാർ അറിയിച്ചു. തദ്ദേശ തിരഞ്ഞെടുപ്പ് വരും മുമ്പ് തന്നെ നമുക്ക് അനുവദിച്ച ആനുകൂല്യങ്ങൾ ഉടനെ തന്നെ സർക്കാർ നൽകും. എങ്കിൽ ഓരോ പെൻഷൻ ഗുണഭോക്താവിനും 4800 രൂപ വീതം കൈകളിൽ എത്തിച്ചേരും. അതുപോലെ തന്നെ ഫെബ്രുവരി മാസം മുതൽ നമുക്ക് ലഭിക്കുന്ന പെൻഷൻ തുകയിൽ വർധനവ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. തിരഞ്ഞെടുപ്പ് വരും മുമ്പ് തന്നെ കുടിശ്ശികയായിട്ടുള്ള പെൻഷൻ തുകയും സർക്കാർ നൽകുമെന്ന് വാക്കുപാലിച്ച എല്ലാ സാമ്പത്തിക സഹായവും സർക്കാർ പരമാവധി കൊടുത്തു തീർക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഇനി വരുന്ന പുതിയ ബജറ്റിൽ ക്ഷേമ പെൻഷൻ 1600 രൂപ എന്നുള്ളത് 1700, 1800 ഇങ്ങനെ 2000 രൂപയുടെ ഉള്ളിലായിട്ട് വർധനവ് ഉണ്ടാക്കാനും സർക്കാർ ശ്രമിക്കുന്നുണ്ട് എന്നും കൃത്യമായ വർധനവ് ഉണ്ടാകുമെന്നുമാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞ പ്രധാനപ്പെട്ട അറിയിപ്പ്. ഇത് സാധാരണ ജനങ്ങൾക്ക് വളരെയധികം ആശ്വാസം നിറഞ്ഞ അറിയിപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ എല്ലാവരും മസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ട് എന്നും നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നിങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന രേഖകളെല്ലാം സർക്കാരിന് സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന പെൻഷൻ തുക മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ. മാസം തോറും 1600 രൂപ വീതം നിങ്ങളുടെ കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കും എത്തിച്ചേരുകയുള്ളൂ. വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.